ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതുവത്സരാശംസകൾ. ഇന്ന് ഈ ഒരു പ്ലാന്റിനെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വെള്ളക്കണിക്കൊന്ന, മണിക്കണിക്കൊന്ന എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്ലാന്റാണ്. ഈ ഒരു പ്ലാന്റ് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ശരിക്കും ഇത് ഒരുപാട് ഫ്ലവർ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് ടൈമിൽ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ ആയിട്ട് നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാന്റിനെ ഉപയോഗിക്കാം. ഈ ഒരു ചെടിയുടെ പൂക്കളെക്കാളും ഭംഗി ഇതിൻ്റെ മുട്ടുകൾക്കാണ്. ശരിക്കും ഒരു മാലമുത്തുകൾ പോലെയും ഒരു ഡിം ലൈറ്റ് പോലെയൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള മുട്ടുകളാണ് ഇതിനുള്ളത്. ഇടയ്ക്ക് പൂക്കളും ഇടയ്ക്ക് മുട്ടുകളുമായിട്ട് ഒരു കൊലയിലാണ് ഈ ഒരു ചെടിയുടെ ഫ്ലവറിങ് കാണപ്പെടുന്നത്. ഈ ഒരു ചെടി നമുക്ക് തറയിലും ചെറിയ ചട്ടികളിലൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. ചട്ടികളാണ് വളർത്തുന്നതെങ്കിൽ നമ്മളെന്നും വെള്ളം കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് ഒരുപാട് വെള്ളം ഇഷ്ടപ്പെടുന്നതും പാർഷ്യൽ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ്. കീടാക്രമണമൊന്നുമില്ലെങ്കിലും പൊതുവേ ഈ ചെടിക്ക് ഒരുപാട് വെയിൽ താങ്ങാനാവില്ല. ഇതിൻ്റെ ഇലകളൊക്കെ പൊള്ളി നശിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു പാർഷ്യൽ ഷെയ്ഡിൽ നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. കറിവേപ്പിൻ്റെയൊക്കെ പോലെ വേരിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടായി വരും. ഇത് കട്ട് ചെയ്ത് നമുക്ക് തൈകളാക്കി മാറ്റാം. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള തണ്ടുകൾ കട്ട് ചെയ്ത് പുതിയ തൈകളാക്കി മാറ്റാൻ പറ്റും. ഈ ചെടി ഞാനിപ്പോൾ താഴെയാണ് വച്ചിരിക്കുന്നത്. ഒരുപാട് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ വാടിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ സെറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ തറയിലാണ് നടുന്നതെങ്കിൽ നമുക്ക് യാതൊരു കെയറും ഇല്ലാതെ തന്നെ ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കും. പൂങ്കുലകൾ ഉണ്ടാകുന്നത് ചെറിയ തണ്ടുകളിൽ അഗ്രഭാഗങ്ങളിൽ ഇതുപോലെ കൊലയായിട്ടാണ് ഇതിൻ്റെ പൂങ്കുലകൾ കാണപ്പെടുന്നത്. പൂത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ചെടി നിറച്ചും പൂക്കളായിട്ട് തന്നെ ഇത് മാറുന്നതാണ്. ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് ഇതിനെ എല്ലാ വർഷവും നിർത്തിയാൽ നമുക്ക് ഒരുപാട് വളർന്ന് പോവാതെ കുറ്റിച്ചെടിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോ കാണിച്ച കണിക്കൊന്നയെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ നല്ല വീഡിയോയുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണുന്നവരെ ബൈ.